ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 5ാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസു അബുൽ ബഷർ. ഇനി നമുക്ക് വായിക്കാം. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ. മലക്കുകൾ ചോദിച്ചു, അല്ലാഹു തആല നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ വസ്തുക്കൾ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇവയുടെ പേരുകൾ പറഞ്ഞു തരൂ. മലക്കുകൾ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കൂ. ആദം നബി അലൈഹിസ്സലാം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പറഞ്ഞു കൊടുത്തു. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അവൻ അഹങ്കരിച്ചു. സുജൂദ് ചെയ്തില്ല. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. അഹങ്കാരിയായ അവനെ അല്ലാഹു തആല ശപിച്ചു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിലാക്കി. ഇണയായി ഹവ്വാ
ബീബി റളിയല്ലാഹു അൻഹായെ സൃഷ്ടിച്ചു. അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു. പിന്നീട് അവരെ അല്ലാഹു തആല ഭൂമിയിൽ ഇറക്കി. അവർക്ക് സന്താനങ്ങളുണ്ടായി. മനുഷ്യരെല്ലാം അവരുടെ മക്കളാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മനുഷ്യപിതാവ് ആദം അലൈഹിസ്സലാം. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ തദ്രീബാത്ത് നോക്കാം. 1. നെക്റ വനഫം അർത്ഥം എഴുതാനുള്ളതാണ്. അബുൽ ബഷർ മനുഷ്യപിതാവ്, ആദം അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യൻ, ഹവ്വ റളിയല്ലാഹു അൻഹ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, ഖലീഫ പ്രതിനിധി, മലായികത്ത് മലക്കുകൾ, അല്ലമ പഠിപ്പിച്ചു, അസ്മാ പേരുകൾ, കിബർ അഹങ്കാരം, ത്വീൻ കളിമണ്ണ്, നാറ് തീ, ജന്നത്ത് സ്വർഗം, പ്രതിനിധി പകരക്കാരൻ, നിശ്ചയിക്കുക നിയമിക്കുക, രക്തം ചിന്തുക, രക്തം ഒലിപ്പിക്കുക, പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു, സന്താനങ്ങൾ മക്കൾ, വസിച്ചു താമസിച്ചു. 2. നുൻഷിൽ കലിമാത്ത് തന്നിരിക്കുന്ന അക്ഷരത്തെ ഒരു വാക്ക് ഉണ്ടാക്കുക. സിർ വെച്ച് ഒരു വാക്ക് ഉണ്ടാക്കുക. സൃഷ്ടിച്ചു. സ്ത പറഞ്ഞ പുസ്തകം. ഷിച്ച നിശ്ചയിച്ചു. നിത സന്താനങ്ങൾ. കണ്ടു. ഈ അക്ഷരങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഏത് വാക്കുകൾ വേണമെങ്കിലും തെറ്റാതെ ഇവിടെ എഴുതാം. ഈ വാക്കുകൾ തന്നെ എഴുതണമെന്നില്ല. ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് വാക്കുണ്ടാക്കൽ നന്നായി പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് എഴുതാണ്ടാവും. അടുത്തത് നുൻഷിൽ ജുമൽ സന്തോഷത്തോടെ. തന്നിരിക്കുന്ന വാക്കിനെ ഒരു വാചകം ആക്കുക. സന്തോഷത്തോടെ നമുക്ക് ഞാൻ സന്തോഷത്തോടെ മദ്രസയിൽ പോയി എന്നെഴുതാം. ഞാൻ സന്തോഷത്തോടെ മദ്രസയിൽ പോയി. അടുത്ത വാക്ക് വസിച്ചു. അവർ സ്വർഗത്തിൽ വസിച്ചു. വാഴ്ത്തുന്നു. ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തുന്നു. പഠിപ്പിച്ചു. അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു. അല്ലെങ്കിൽ ഉസ്താദ് കുട്ടികളെ പഠിപ്പിച്ചു. പ്രദർശിപ്പിച്ചു. അല്ലാഹു തആല മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. നിശ്ചയിച്ചു. അല്ലാഹു തആല ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിച്ചു. അത് കഴിഞ്ഞു. ഇനി അടുത്തത് നുജിബ് ചോദ്യോത്തരാണ്. 1. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആരാണ്? അതിൻ്റെ ഉത്തരം ആദം നബി അലൈഹിസ്സലാം. 2. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? കളിമണ്ണിൽ നിന്ന്. അടുത്തത് ഏത് വസ്തു കൊണ്ടാണ് അല്ലാഹു തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചത്? തീ കൊണ്ട്. അതിൻ്റെ ഉത്തരം തീ കൊണ്ട്. 4. ആരാണ് മനുഷ്യപിതാവ്? ആദം നബി അലൈഹിസ്സലാം. 5. ഹവ്വ ബീവി റളിയല്ലാഹു അൻഹായെ അല്ലാഹു തആല സൃഷ്ടിച്ചത് എവിടെ വെച്ച്? അതിൻ്റെ ആൻസർ സ്വർഗത്തിൽ വെച്ച്. അടുത്തത് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിച്ചത് എന്തിന്? അതിൻ്റെ ആൻസർ ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. 7. ചോദ്യം സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ഇബ്ലീസിനെ തടഞ്ഞത് എന്ത്? ഉത്തരം ഇബ്ലീസിൻ്റെ അഹങ്കാരമാണ് അവനെ തടഞ്ഞത്.
എട്ടാമത്തെ ചോദ്യം, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് എന്തു പറഞ്ഞു? അതിൻ്റെ ഉത്തരം, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞു. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഒമ്പതാമത്തെ ചോദ്യം, അല്ലാഹു തആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിന്? അഹങ്കാരി ആയതുകൊണ്ടാണ് ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അടുത്തത് നെക്തഷിഫ്. ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്തെല്ലാം? അതിൻ്റെ ഉത്തരം, മനുഷ്യപിതാവാണ് ആദം നബി അലൈഹിസ്സലാം. അള്ളാഹു മണ്ണ് കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെയും തീ കൊണ്ട് ഇബ്ലീസിനെയും സൃഷ്ടിച്ചു. അഹങ്കാരി ആയതുകൊണ്ട് ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അഹങ്കാരം പാടില്ല എന്ന് മനസ്സിലാക്കാം. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണേ. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ് സ്വലാത്ത് അലൈക യാ ഹബീബല്ലാഹ്